എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മല്ലിക സുകുമാരൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അനുമോളെ അഗോധമായി ഇഷ്ടപ്പെടുന്ന ഭയങ്കര അനുമോളോട് സ്നേഹം തുളുമ്പുന്ന ആളുകൾക്ക് അതിനകത്ത് പോസിറ്റീവ് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഫുൾ പോസിറ്റീവ്. അയ്യോ, മല്ലിക ചേച്ചി പറയുന്നത് കറക്റ്റ്, മല്ലികമ്മ പറയുന്നത് കറക്റ്റ്. ഈ ഒരു സെറ്റപ്പിലാണ് അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് മാത്രം അതിനകത്ത് എവിടേക്കോ എന്തൊക്കെയോ ചില പന്തികേടുകൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. ആ പന്തികേടുകൾ ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മളെ ആദ്യമായിട്ട് എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ആ ഹൈപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്കിൽ ഒന്ന് അടിച്ചേക്കുക. കൂടുതൽ ആയിരിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കേട്ട് പോവാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ പുള്ളിക്കാരി ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് നമ്മൾ ലേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ പോകുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വലിയ ടീംസ് കൂടുതലും അനുമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീംസാണ്. അപ്പൊ ഇവർക്ക് എന്ത് പറഞ്ഞാലും അത് അനുമോളെ സപ്പോർട്ട് ചെയ്തു, അത് കറക്റ്റ് കേട്ടല്ലോ. അവര് കള്ളൊന്നും പറഞ്ഞിട്ടില്ല, അത് കറക്റ്റ് ഈ സെറ്റപ്പിലാണ് പറയുന്നത്. പുള്ളിക്കാരി അകത്ത് വെച്ച് കാണിച്ചൊക്കെ അവരെല്ലാം അങ്ങ് മറന്നുപോയി. അപ്പൊ നമുക്ക് ഈ മല്ലിക സുകുമാരനും അനുമോളും കൂടെ 2-2.5 വർഷം എന്തൊരു ഒരു സാധനത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അറിയാവുന്ന ഒരാളെ കുറിച്ച്, സുഹൃത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ഒരാളെ കുറിച്ച് ഒരാൾ പറയുന്ന കൺസെപ്റ്റിൽ തന്നെ നമ്മൾ എടുത്ത് കാണും കേട്ടോ. നമുക്ക് കാണാം മല്ലിക സുകുമാരൻ പറഞ്ഞേക്കാം. അപ്പോ ഈ പറഞ്ഞതുപോലെ ഈ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ, അത് ഞാൻ പറഞ്ഞത് അതുണ്ടാവും. 30-ാം വയസ്സ് ഈ പ്രായത്തിന്റെ തുള്ളലുണ്ടാവും. ആ പ്രായത്തിന്റെ തുള്ളലാണ് അനുമോൾ അവിടെ വെച്ച് കാണിച്ചത്. നമ്മളൊക്കെ 30 വയസ്സാകുമ്പോഴത്തേനും അവന് പ്രായമായി, നല്ല മെച്യൂരിറ്റി ആയി, അവന് കാര്യങ്ങളെ പക്വതയോടെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ 30-ാം വയസ്സിൽ പ്രായത്തിന്റെ ഒരു തുള്ളലൊക്കെ ഉണ്ടാവും. അത് പ്രായത്തിന്റെ തുള്ളല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിപ്പോ പുള്ളിക്കാരി ഒരു 50-ാം വയസ്സിൽ കാണിച്ചാലും 60-ാം വയസ്സിൽ കാണിച്ചാലും പുള്ളിക്കാരിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ പറയും പ്രായത്തിന് തുള്ളല കേട്ടോ. അങ്ങനെ പ്രായത്തിന് തുള്ളല അത്. പക്ഷെ നീയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഇല്ലായ്മ. അവളും ഇങ്ങോട്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി. അതിനിങ്ങനെ ആകെ മൊത്തം ഒരു എക്സൈറ്റ്മെന്റ്. ഉടനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു. ഇപ്പൊ മറ്റേ കൊച്ചു കണ്ടില്ലേ, ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കിയെന്ന് വിചാരിക്കുന്നത്. അത് ആ കുട്ടി രേണുവിനെ ആണെന്നാണെന്നാ തോന്നുന്നത് കേട്ടോ. പേരൊന്നും പറയുന്നില്ല, 2-3 തവണ ഈ സാധനം പരാമർശിക്കുന്നുണ്ട്. ഇത് രേണുവിനെ ആണെന്നാ തോന്നുന്നേ. എന്ന് ദുബായി പോയ ലോകം പിടിച്ചടക്കിയ പോലെ. അത് നല്ല കാര്യമാണ്, പിന്നെ നല്ല കാര്യം. അത് കുറ്റമല്ല, അവരുടെ ഒരു മാനസിക സന്തോഷമാണ്. എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത്. ഇത് ബേസിക്കലി ഈ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത്. അതിപ്പോ ഒരു തവണ ദുബായ് പോയതാണ് ഞാൻ ലോകം പിടിച്ചടക്കിയെന്നൊരു ഫീൽ, അത് കുറ്റമല്ലെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അതുപോലെ തന്നെ 30 വയസ്സിൽ പുള്ളിക്കാരിയുടെ ഈ വെകിളിത്തരം തുള്ളലൊക്കെ പ്രായത്തിന്റെ ഇതാന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് ഈ മല്ലിക സുകുമാരൻ ശരിക്കും ഒരു അമ്മയുടെ ഭാഗത്ത് നിന്നിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. പുള്ളിക്കാരി എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡിലാണ് എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് പുള്ളിക്കാരി ആരെയും കുറ്റം പറയത്തത്. ഇത് കുറ്റം ഒന്നും പറയണ്ട, കറക്റ്റ് സാധനം അതവര് ചെയ്തോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു അത്ര വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ PR, പിന്നെ ഞാനൊരു 25 ലക്ഷമായിട്ട് PR ബിഗ് ബോസിക്ക് കിട്ടു. അത് ഞാൻ അംഗീകരിക്കുന്നു കേട്ടോ. ചുമ്മാ 10-26 ലക്ഷം രൂപ PR കൊടുത്തുകൊണ്ട് മാത്രം കപ്പ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. PR കൊടുക്കുകയാണെങ്കിൽ അത് PR വിനുവിന് തന്നെ കൊടുക്കണം. PR വിനുവിന് കൊടുത്ത ശേഷം PR വിനു കുറെ കാര്യങ്ങൾ ഇങ്ങനെ എംബോസിഷൻ എഴുതി പഠിപ്പിക്കും. നീ അവിടെ ചെല്ലുന്നു, ആദ്യത്തെ ആഴ്ച ലവറുടെ ഡ്രസ്സിനെ കുറ്റം പറഞ്ഞു, 2ാമത്തെ ആഴ്ച അവിടെ അവിഹിത കണ്ടന്റ് ഉണ്ടാക്കുന്നു, 3ാമത്തെ ആഴ്ച നീ ലവ് ട്രാക്ക് പിടിക്കുന്നു, 4ാമത്തെ ആഴ്ച ഇത്തരത്തെ കുൽസിത കണ്ടന്റ് ഉണ്ടാക്കുന്നു. നിങ്ങൾ ഈ പാറ്റേൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജിൻഡോ എന്തൊക്കെ ചെയ്തോ ആ സാധനങ്ങളൊക്കെ അനുമോളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒരു ടെംപ്ലേറ്റ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ PR വിനു. ആ ടെംപ്ലേറ്റിനകത്ത് നിന്നിട്ടാണ് ഇവരെല്ലാം കളിക്കുന്നത്. അതൊന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ലല്ലോ കേട്ടോ. PR കൊടുത്തതും തെറ്റല്ല, PR പ്രകാരം കളിച്ചതും തെറ്റല്ല, അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയതും തെറ്റല്ല. നമുക്ക് വ്യക്തിപരമായിട്ട് പുള്ളിക്കാരിയിൽ താല്പര്യം തോന്നിയില്ലെന്നേ ഉള്ളൂ. കാരണം പുള്ളിക്കാരി കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടന്റ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി ജയിച്ചത്. പക്ഷെ ആ കണ്ടന്റ് ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റ് ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ഇപ്പൊ ജയിക്കുമോ എന്ന് ചോദിച്ചു നിന്നിടത്ത് മറ്റേ അനുമോളെ ശൈത്യ തള്ളി കപ്പും ജയിപ്പിച്ചു കൊടുത്ത്. അതെനിക്ക് വെറുതെ, അതായത് എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് ഇപ്പൊ ഈ ചെറുപ്പക്കാർ ആമ്പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറയായിട്ട്. ചെറുപ്പക്കാരാമ്പിള്ളേർ ഇറങ്ങിയിരിക്കുന്നത്. നോ ജെൻഡർ ഈക്വാലിറ്റി ഈസ് അക്സെപ്റ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ ആണോ ഇല്ലേ ഉമാർക്കൊക്കെ? ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ. ഞാൻ അതിനകത്ത് ചില 1-2 റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും, അത് കറക്റ്റാണ്. നമുക്കും കാണുമ്പോൾ തോന്നുക, നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറയുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ നമുക്ക് തോന്നും, അല്ലെ? അത്രയുള്ള സംഭവം. നമുക്കൊരു സാധനം കണ്ടപ്പോ ഇവൻ നമ്മുടെ അതേ അഭിപ്രായമാണല്ലോ, ഇവൻ കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ കൊള്ളാം. പക്ഷെ എല്ലാവർക്കും
മല്ലിക സുകുമാരൻ ചിന്തിക്കുന്ന അതേ അഭിപ്രായം വരണമെന്നുണ്ടോ? എതിരഭിപ്രായം വരുന്ന ആളുകളുണ്ട്, അവർക്ക് അതായിരിക്കും ശരി. ഇപ്പൊ എനിക്കിത് കണ്ടു, എനിക്കിത് ശരിയാണ്, എല്ലാണോ ഇത് ശരിയാണെന്ന് ചിന്തിച്ചോണം. ഇതിനെതിരെ എതിരഭിപ്രായം ഉണ്ടാനേ പാടില്ല എന്ന് പറഞ്ഞെങ്ങനെ? അവരുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ, നമ്മൾ മാനിക്കാം. അപ്പം മറ്റുള്ളൊരു അഭിപ്രായത്തെ പറയുന്നതിനും കൂടെ അംഗീകരിക്കാൻ പഠിക്കുക. അതാണ് ബേസിക് ആയിട്ട് പറ്റാത്ത സാധനം. ബാക്കി പറ. അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റവൾ ഇങ്ങനെ ഒന്നുമല്ല. അനുമോൾ ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി, കുഞ്ഞ്, സഹോദരിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ, വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അനു. അനുവിൻ്റെ അച്ഛൻ അങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ വീടുമായിട്ട് പുള്ളിക്കാരിക്കുള്ള ആത്മബന്ധത്തെയൊക്കെ ഞാനും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. നമ്മൾ പുള്ളിക്കാരുടെ പുറത്തുള്ള ലൈഫോ അല്ലെങ്കിൽ പുള്ളിക്കാരുടെ സ്വഭാവത്തിനോ ഒന്നും പറ്റി പറയുന്നില്ല. നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് കാണിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് പുറത്ത് കാണിച്ച കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ആള് നല്ല വ്യക്തിത്വത്തിനുടമയാണ്, ആള് വീട്ടിനെ നന്നായിട്ട് നോക്കുന്നു, ഒറ്റയ്ക്ക് അധ്വാനിച്ച് വീട് പൊക്കിക്കൊണ്ടുവന്നു, ഒക്കെ നല്ല കാര്യമാണ്, അപ്രിഷ്യേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കിട്ടത്തില്ല, കാരണം അത് മനുഷ്യന്റെ സ്വഭാവമാണത്. ഒരു വെച്ച് ജീവിച്ചു എന്നാൽ അതേസമയം വേറെത്തിയെ പറഞ്ഞിട്ട് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ജീവിച്ചോട്ടെ, എന്താ അത് തന്നെയല്ലേ അനുമോളും. രേണുവിനെയാണോ ഈ പറയുന്നേ? പാവം കഷ്ടപ്പെട്ട് കുട്ടികളെ നോക്കാൻ വേണ്ടി 2-3 കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കി, വീട് പണിഞ്ഞു കൊടുത്തവന്റെ നെഞ്ചത്തോട്ടും കയറി, സ്ഥലം കൊടുത്ത ആളുടെ നെഞ്ചത്തോട്ടും കയറി, ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്റെ പടലിക്കോട്ടും കയറി. പാവം പിള്ളേരെ നോക്കാനല്ലേ, ജീവിച്ചോട്ടെ, ചുറ്റുമുള്ള എല്ലാവരും ഉപദ്രവിച്ചിട്ട് പാവം ജീവിച്ചോട്ടെ. അതെ അല്ലേ? ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി ആരെയും കുറ്റം പറയാത്തൊരു നേച്ചറാണ്. അതായത് മല്ലിക സുകുമാരന്റെ നല്ല സ്വഭാവമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ നല്ല സ്വഭാവം വെച്ച് പറയുമ്പോഴത്തേനും ഇതിനെതിരഭിപ്രായം ഉണ്ടെന്ന് ഇവര് ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുമോളോട് എന്താ ഇച്ചിരി തൊലിവിളത്തോണ്ടുള്ള ദേഷ്യമാണ്, എനിക്കറിയത്തില്ല. എനിക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്? അനുമോളോട് എന്താ ഇച്ചിരി തൊലി വെളുത്തതുകൊണ്ടുള്ള ദേഷ്യമാണെന്ന്? നിങ്ങളൊന്നും ഇമാതിരി സ്റ്റേറ്റ്മെന്റുകളൊന്നും വന്ന് പറയരുത്. ഭയങ്കര മോശമായിട്ട് സാധനമാണ്. ആരെങ്കിലും അനുമോളെ സൗന്ദര്യം വെച്ച് കമ്പയർ ചെയ്ത് ഇന്ന് വരെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? അനുമോളുടെ സ്കിൻ കളർ വെച്ചിട്ട് ഇന്ന് വരെ കമ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ടോ? അവർ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിച്ച കാര്യങ്ങളെ മാത്രമാണ് ആൾക്കാർ ഇവിടെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. ഇതൊക്കെ എന്തൊരു ടോക്കാണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറെ പേര് വീഡിയോ ഇടുന്നുണ്ട്. അത് കാണുമ്പോഴാണ് എനിക്ക് വിഷമം. എല്ലാം അനലൈസ് ചെയ്ത് കീറി മുറിച്ച് പഠിച്ച് ഞാൻ വരുമെന്ന് പറയുന്ന ആളുകൾ പോലും അത് കേട്ടല്ലോ മല്ലിക ചേച്ചി പറഞ്ഞു കേട്ടല്ലോ, അല്ലെ മല്ലികമ്മ പറഞ്ഞു കേട്ടല്ലോ, കറക്റ്റ് സാധനം. ഇനി ഇതിനകത്തൊരു എതിരഭിപ്രായമില്ല, മല്ലിക ചേച്ചി പറഞ്ഞു, കോടതി ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇത് റിയാക്ട് ചെയ്യാൻ തോന്നിയത്. എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആൺപിള്ളേർ പറയുന്നത്? ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസൂയ കൊണ്ടാന്ന് പറയും. ഇത് അനുമോളെ ആൺകുട്ടികളാരും ഒന്നും പറയാൻ പാടില്ല. പെൺകുട്ടികൾക്ക് എന്ത് തോന്നിയ ദിവസം പറയാം കേട്ടോ. പെൺകുട്ടികളെ നിങ്ങൾ പറഞ്ഞോളൂ. ആൺകുട്ടികൾ മോളെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. ആൺകുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊലിയെളുപ്പ് കണ്ടിട്ടുള്ള അസൂയ, കുശുമ്പ്, അങ്ങനത്തെ പരിപാടികളൊക്കെ. അല്ലെങ്കിൽ എന്താ കൊള്ളത്തില്ല. ആൺപിള്ളേർ പറയണ്ട, പെൺപിള്ളേർ പറഞ്ഞോട്ടെ. പെൺപിള്ളേർ പറഞ്ഞാൽ കുഴപ്പമില്ല. മറ്റേ ഒരു കുലസ്ത്രീ എന്നുള്ള പേരുണ്ടായിരുന്നില്ല പുള്ളിക്കാരിക്ക്. അതുകൊണ്ട് ആൺപിള്ളേർ പറയുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. വെറുതെ അവളിങ്ങനെ ചെയ്തു, അവളങ്ങനെ ചെയ്തു, അവള് കള്ളിയാണ് മറ്റേ. പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ. എല്ലാവരും ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, എല്ലാവരും ഉടായ്പ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അനുമോളെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ഗഗനമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കള്ളവും പറഞ്ഞു, സത്യവും പറഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും അനുമോൾ പറഞ്ഞത് മൊത്തവും കള്ളമാണെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എല്ലാവരും ഗെയിമിന്റെ ഭാഗമായിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ട്. കള്ളം പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് കള്ളമാണെന്ന് പറയുക, അത് പറയുന്നില്ലല്ലോ. ഇപ്പൊ അനീഷിന്റെ കേസ്, അനീഷ് ഇന്റർവ്യൂ സമയത്ത് എന്തൊക്കെ പറഞ്ഞ് പുറത്ത് ഹൗസിനകത്ത് ഇതെല്ലാം കാണിച്ചോ? ഹൗസിനകത്ത് കാണിച്ചതില്ലാണ് പുറത്ത് കാണിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ 50,000, 1,00,000, 11,111 പാചകം ചെയ്യാൻ അറിയില്ല, പാചകം ചെയ്യും, ഞാൻ പൊറോട്ട വരെ അടിക്കും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കള്ളിന്നല്ലാതെ ഹരിചന്ദ്രന്റെ കൊച്ചുമോളെന്ന് വിളിക്കാൻ പറ്റുമോ? കള്ളിന്ന് തന്നെ വിളിക്കും. കണ്ട് എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ, അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇത്ര. മറ്റു പെൺകുട്ടികളുടെ വേഷവിധാനം വരെ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനകത്ത് വന്ന ആൾക്കാരൊക്കെ കാണിക്കുന്നത് എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അനുമോളെ എന്തിനാ നിങ്ങൾ വേട്ടയാടുന്നത്? തൊലി വെളുപ്പ് കണ്ടിട്ടാണോ അനുമോള് വേട്ടയാടുന്നത്? അതെന്താ സംഭവം? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കുറ്റം പറയാം. അനുമോൾ എന്ത് ചെയ്താലും ശരി, ഇതാണ് അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം തെറ്റ്, അനുമോൾ മാത്രം ശരി. അനുമോൾ അന്നേ പറയുന്നുണ്ടായിരുന്നു, എന്റെ ചിന്താഗതികളുള്ള കുറെ ആളുകൾ ഇവിടെയുണ്ട്, കുടുംബ പ്രേക്ഷകരുടെ ഉള്ളിലേക്കാണ് ഞാൻ ഈ സാധനം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. കുടുംബ പ്രേക്ഷകരെയാണ് നിങ്ങൾ കാണുന്നത്. ഇരിക്കുന്നു എനിക്ക് തോന്നാറുണ്ട്. അതിനൊന്നും പറയണ്ട, അതൊക്കെ നല്ല പിള്ളേരാ. അനുമോളാ പ്രശ്നം. അപ്പൊ അതൊക്കെ ചുമ്മാ, അതൊക്കെ വെറുതെ വ്യക്തിപരം. കൊച്ചൊരു പാവം കൊച്ച, അതായത് കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. ഒരു ഉദ്ഘാടനത്തിന് പോയാലും
അത് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ബാക്കിയുള്ളവരെല്ലാം നാട്ടുകാരെ പുഷ്ടിപ്പെടുത്താനാണല്ലോ ബിഗ് ബോസ് ഇപ്പൊ ഈ കഷ്ടപ്പെട്ടത്. എല്ലാവരും ഗെയിം കളിച്ചിട്ടുണ്ട്, അതിനകത്ത് ആ ഗെയിമിനകത്തുള്ള വിമർശനമാണ് വരുന്നത്. അപ്പൊ എനിക്കും അനുവിനെ അറിയാം, അതുകൊണ്ട് അനു അങ്ങനല്ല, അനു ഇങ്ങനല്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള ഓപ്പോസിറ്റ് ആളുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിന്നി അറിയാവുന്നവര് ബിന്നിയെ ന്യായീകരിച്ച് പറയും, നെവിനെ അറിയാവുന്നവര് നെവിനെ ന്യായീകരിച്ച് പറയും. സ്വാഭാവികമല്ലേ അല്ലേ? ബാക്കി പറ. ആളോന്നൊക്കെ ഞാൻ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല, പക്ഷേ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ, അപ്പൊ അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട്. എപ്പിസോഡ് അതാണ് പ്രശ്നം, അത് തന്നെയാണ് പ്രശ്നം. എപ്പിസോഡ് കണ്ടിട്ടില്ല, റീൽസ് മാത്രം കണ്ടിട്ടാണ് അയ്യോ അനുമോള് ചെയ്തത് കറക്റ്റ് എന്ന് തോന്നുന്നത്. ഇവിടെ 24/7 കണ്ടവരും എപ്പിസോഡും BB+ കണ്ടവർക്കും അറിയാം അനുമോൾ എന്തൊക്കെ തോന്നിവാസമാണ് അതിനകത്ത് കാണിച്ചെന്നുള്ളത്. അനുമോൾ മാത്രമല്ല എല്ലാം കാണിച്ചിട്ടുണ്ട്, അനുമോൾ കുറച്ച് പൊടിക്ക് കൂടുതൽ കാണിച്ചു. ഈ സാധനങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യുന്നത് റീൽസ് മാത്രം കണ്ടിട്ട് അവര് മീൻസ് എപ്പിസോഡിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഒരു റീൽസ് ഇട്ടു, ഒരു പ്രൊമോ ഇട്ടു. ആ പ്രൊമോ കണ്ടിട്ട് അയ്യോ പാവം അനുമോൾ എല്ലാവരും കൂടെ അങ്ങ് ഒറ്റപ്പെടുത്തി എന്ന് ചിന്തിക്കുമ്പോൾ അതിനൊരു 10-20 മിനിറ്റ് മുമ്പ് വരെ എന്തിനാണ് സംഭവിച്ചതെന്ന് അറിയാമോ? അതൊന്ന് കണ്ടു നോക്കൂ. എപ്പിസോഡ് ഒന്ന് കണ്ടിട്ട് ഇതേ അഭിപ്രായം നിലവിലുണ്ടോ എന്നൊന്ന് പറയണേ. എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, എന്താണ് ഈ കുട്ടിയുടെ ഇത്ര വലിയ ദേഷ്യം? അല്ല, ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറെ ചെറുപ്പക്കാര് അങ്ങ് ഇതിന്റെ പേരിൽ ഒരു യൂട്യൂബും ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു. പക്ഷെ കാര്യമായിട്ട് പറയുന്നത് അനുമോളെ അങ്ങനെ ചീത്ത വിളിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ അനുമോളെ ചീത്ത വിളിക്കുന്നൊക്കെ മോശം ചാനൽ, മനസ്സിലായോ? ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് എന്തിനാ ഈ അനുമോളെ മാത്രം ഈ കുറ്റം പറയുന്നേ? അനുമോളെ കുറ്റം പറഞ്ഞല്ലോ, റീൽസിൽ കണ്ടല്ലോ എല്ലാവരും വട്ടം ചേർന്ന് അനുമോളെ ആക്രമിക്കുന്നത്. അതിന് മുമ്പ് നിനക്ക് ഫുഡ് തരൂല, ഞാൻ തരുന്ന പാതി പയർ നീ കഴിച്ചാൽ മതി. ഈ ദൈവല്ല അവനും അവളും കൂടെ പുതപ്പിനടി കിടന്ന് ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ട്, കണ്ണടച്ച്, അത് അനീഷാണല്ലോ, ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ട്. ഒരു ആണും പെണ്ണും അടുത്തിരുന്ന് എന്ത് ചെയ്യും? ഉമ്മ വെക്കും. ഇതൊക്കെ കറക്റ്റ് സാധനം, ഇതിനൊന്നും വിമർശിക്കാൻ പാടില്ല. ഉമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അനുമോളെ അങ്ങ് വിമർശിക്കുക നമ്മൾ, മനസ്സിലായോ? കാര്യം എല്ലാവർക്കും പിടി കിട്ടുന്നുണ്ടല്ലോ. പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ 1-2 സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം പറയാൻ വരുന്നവരാ. അതൊക്കെ മറ്റവരുടെ PR വർക്ക്. ഇവർക്ക് PR ഉണ്ടെങ്കിൽ മറ്റവർ ഇവിടെ ചീത്ത വിളിക്കാനായിരിക്കും PR ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ എന്റെ വ്യത്യാസം. അത്രേ ഉള്ളൂ എന്ന കാര്യം. കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ മല്ലിക സുകുമാരനെ പോലെ ഒരാള് എപ്പിസോഡ് കാണാതെ ഒരു റീല് മാത്രം കണ്ടതിന്റെ പേരിൽ അനുമോളെ അവർക്ക് ഇഷ്ടമാണ് അറിയാമെന്നുള്ളതിന്റെ പേരിൽ സംസാരിക്കുന്ന ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടൊരു സാധനമായിട്ട് മാത്രമേ എനിക്ക് ഫീൽ ആയിട്ടുള്ളൂ. ഫുൾ എപ്പിസോഡ് കണ്ടിരുന്നെങ്കിൽ മല്ലിക സുകുമാരൻ തന്നെ അനുമോളെ കല വരെ നിലത്തടിച്ചതിനാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പറഞ്ഞതിനെ ന്യായീകരിച്ചുള്ള സാധനം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂ. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തൂ. അപ്പൊ നമുക്ക് ഉടനെ മറ്റൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.